ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ട് നമുക്ക് സ്റ്റാൻഡ് ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു പൈസ ചെലവും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് അടുക്കളയിലെ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടിപ്സ് കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനെ കൂട്ടത്തിൽ കുറച്ച് ടിപ്സ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കുക്കീസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടിയ ഒരു ബോക്സ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ബോക്സ് ഒക്കെ നമുക്ക് പല സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആരും കളയേണ്ട, നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ബോക്സിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ബോക്സിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫ്രണ്ടിലുള്ള മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതിന് മുന്നായിട്ട് ഈ ഒരു സൈഡ് ഭാഗം ഞാൻ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിലുള്ള ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടാകുമ്പോൾ അവസാനം കിട്ടുക. അതായത് ഫ്രണ്ടിലെ ഭാഗം കുറച്ചൊന്ന് താണിട്ടായിരിക്കും ഉണ്ടാവുക, പിന്നെ ബാക്ക് ഭാഗം ആയിരിക്കും ഉയർന്നു കിടക്കുന്നത്. ഇനി ഈ ഒരു ബോക്സ് ഇതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഇതിന്റെ മുകളിലായിട്ട് വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വാൾപേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പർ ആയാലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മിക്കവാറും വാൾപേപ്പർ യൂസ് ചെയ്യുന്നുണ്ട് നല്ലത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഗമ്മൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ വാൾപേപ്പർ വെച്ചിട്ട് പുറം ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാക്കി വരുന്ന ഭാഗം കൊണ്ട് നമുക്ക് ഉൾഭാഗം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് ഉൾഭാഗത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബോക്സിന്റെ തന്നെ രണ്ട് സൈഡ് ഭാഗങ്ങളും ഈ ഒരു വാൾപേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അത് ഞാൻ അടിഭാഗത്ത് നിന്ന് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള രണ്ട് വശങ്ങളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ കിട്ടും. ഇനി മുകളിൽ കാണുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ അകത്തോട്ടേക്ക് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ വാൾപേപ്പർ വെച്ചിട്ട് നീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ റിബൺ ആണ്. ഇത് പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിച്ചതല്ല, മോളുടെ പഴയ ഒരു ഫ്രോക്കിന്റെ മുകളിൽ കിടന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അഴിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു ബോക്സിന്റെ അടിഭാഗത്തും സൈഡ് ഭാഗത്തുമായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റിബൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോക്സിന്റെ തന്നെ അടുത്ത സൈഡിലും ഇതേ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് അടിഭാഗത്തും സൈഡ് ഭാഗത്തുമായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം റിബണിന്റെ അടുത്ത അറ്റം നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചുമരിലായിട്ട് തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ എൻ്റെ അടുക്കളയിൽ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റ്, അടപ്പ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലിപ്പം അത്യാവശ്യം വെള്ളമുണ്ട്, കഴുകിയെടുത്ത ഉടനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഉണക്കിയെടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി. വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അങ്ങനെ വെള്ളത്തിന്റെ അംശമൊന്നും ഒട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് സ്റ്റോർ റൂമിന്റെ ചുമരിന്റെ സൈഡിലായിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ തുടച്ചു മാറ്റി വെച്ച ആ ഒരു പാത്രങ്ങൾ ഉണ്ടല്ലോ, അതായത് അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ, അതൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ റൂമിലായാലും അടുക്കളയിലായാലും അധികം സ്പേസ് ചിലവാവില്ല കേട്ടോ. ഈ ഒരു ചുമരിന്റെ മുകളിലായിട്ട് ചെറിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. ചിലവരുടെ ആണെങ്കിൽ സ്റ്റോർ റൂമിലായാലും അടുക്കളയിലായാലും ഒക്കെ ചെറിയ സ്ഥലം മാത്രമേ കാണുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലക്കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കാണാനും നീറ്റായിട്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറെ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ തുടച്ചിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ പോലും നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതിലോട്ട് നമുക്ക് പ്ലേറ്റുകൾ മാത്രമല്ല, ഇതുപോലെ കുട്ടികളുടെ ബുക്സും പിന്നെ അതുപോലെ തന്നെ ഫയലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്.
ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി റൂമിലൊക്കെ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിലോട്ട് സ്റ്റോറി ബുക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികളൊക്കെ രാവിലെ പോകാൻ നേരം വാട്ടർ ബോട്ടിലൊന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബോക്സിലോട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കാണാനും ഭംഗിയാണ്, നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലെ KFCയുടെ ഒരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ബക്കറ്റൊക്കെ നമുക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുന്ന ടൈമിൽ കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ബക്കറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആരും കളയണ്ട കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലോട്ട് ചെറിയ കാര്യങ്ങളൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ എന്താ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ ഒരു ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നനഞ്ഞ തുണി വെച്ചിട്ട് ആദ്യം ഈ ഒരു കാർഡ്ബോർഡിനെ ഒന്ന് തുടച്ചെടുത്തത്. അങ്ങനെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കട്ട് ചെയ്യുന്നതിന്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ പരമാവധി ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഫ്രൈഡ് ചിക്കന്റെ ബക്കറ്റ് എടുത്തതിന് ശേഷം ആ ഒരു ബക്കറ്റിന്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഒട്ടിക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്തത് കുത്തനെയുള്ള വരയായിരുന്നു. പിന്നെ ഇതുപോലെ വിലങ്ങനെ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള കാർഡ്ബോർഡ് പീസൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് സൈസിലൊക്കെ, അതായത് ഒരേ ലെങ്ത്തിൽ നമ്മൾ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തത് പലതും പല സൈസിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഒക്കെ കാണുന്നത് കേട്ടോ. സാരമില്ല, നമുക്ക് ഇതിനൊന്ന് പെയിന്റ് അടിച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരേ സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെയിന്റ് അടിക്കേണ്ട വലിയ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതിലോട്ട് ബ്രൗൺ കളർ പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് പോട്ടോടെ തന്നെ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതൊരു പേപ്പർ ബക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മാത്രമേ ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇതിലോട്ട് വെച്ച് കൊടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റ് തന്നെ വേറൊരു രീതിയിലും യൂസ് ചെയ്യാം, നമ്മുടെ അടുക്കളയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ അടുക്കളയിലുള്ള സവാള, പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, അതുപോലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു ബക്കറ്റിലോട്ട് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതൊരു പേപ്പർ ബക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് സവാളയായാലും ഉരുളക്കിഴങ്ങായാലും ചീത്തയാവുന്നുള്ള പേടിയും വേണ്ട. മാത്രമല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുന്ന ടൈമിൽ ഇതുപോലെ ബക്കറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.